നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ലിസ്റ്റ് എ ടൂർണമെൻ്റ് ആയിട്ടുള്ള വിജയ് ഹസാരെ ട്രോഫിയിൽ നാളെ സൂപ്പർ താരങ്ങളുടെ ഇറക്കമാണ്. യെസ്, വിരാട് കോഹ്ലി ഡൽഹിക്കായിട്ട് കളിക്കാൻ ഇറങ്ങുന്നു. മുംബൈക്കായിട്ട് രോഹിത് ശർമ്മ ഇറങ്ങുന്നു. ഡൽഹിക്ക് വേണ്ടി ഋഷഭ് പന്തും ഉണ്ട്. കേരളത്തിനായിട്ട് സഞ്ജു സാംസൺ ഇറങ്ങുന്നു. അപ്പോൾ കളി കാണാനുള്ള ആവേശത്തിലാണ് ക്രിക്കറ്റ് പ്രേമികളൊക്കെ ഉള്ളത്. പക്ഷേ അങ്ങനെ ടെലികാസ്റ്റ് കാത്തിരിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരും. അൺഫോർച്ചുനേറ്റ്ലി ഈ മത്സരങ്ങൾ നമുക്ക് ലൈവ് ടെലികാസ്റ്റ് ഇല്ല. അപ്പോൾ കോഹ്ലിയുടെയും രോഹിത്തിൻ്റെയും മത്സരങ്ങൾ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളൊരു നിരാശയുണ്ട്. മുംബൈക്ക് വേണ്ടിയിട്ട് കോഹ്ലി ഇറങ്ങുന്നു, മുംബൈക്ക് വേണ്ടിയിട്ട് രോഹിത് ഇറങ്ങുന്നു, ഡൽഹിക്ക് വേണ്ടി കോഹ്ലി ഇറങ്ങുന്നു. 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ലിസ്റ്റ് എ ടൂർണമെൻറ്റിൽ വിരാട് കോഹ്ലി ഇറങ്ങുന്നത്. അതേസമയം രോഹിത് 2018 ഏറ്റവും ഒടുവിൽ ഈ ടൂർണമെൻറ്റ് കളിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. പക്ഷേ ഈ രണ്ട് മാച്ചും നമുക്ക് ലൈവ് ടെലികാസ്റ്റിംഗ് ലഭിക്കുന്നില്ല എന്നുള്ളത് നിരാശയാണ്. കോഹ്ലിയും രോഹിത്തും ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ കളിക്കും ഈ ടൂർണമെൻറ്റിൽ എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. അതായത് ഓപ്പണിംഗ് ഡേയിൽ നാളെ മുംബൈ സിക്കിമുമായിട്ട് കളിക്കുകയാണ്. മത്സരം നടക്കുന്നത് സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ്. ഈ കളി ഫ്രീ ആയിട്ട് ആരാധകർക്ക് കാണാൻ പറ്റും, സ്റ്റേഡിയത്തിൽ പോയിട്ട് കാണാൻ പറ്റും. അതേസമയം അവരുടെ അടുത്ത മത്സരം ഉത്തരാഖണ്ഡുമായിട്ടായിരിക്കും. അത് ആനന്ദം സ്റ്റേഡിയത്തിലാണ് വരിക. ഡൽഹിയുടെ മത്സരങ്ങൾ അതിൽ ഋഷഭ് പന്തും കളിക്കുന്നുണ്ട്. ആ കളി ആന്ധ്രാപ്രദേശുമായിട്ട് ബംഗളൂരുവിലെ സെൻറ്റർ ഓഫ് എക്സലൻസിലാണ് നടക്കുന്നത്. അതിനുശേഷം അവർ ഗുജറാത്തുമായിട്ട് സെയിം വെന്യൂവിൽ കളിക്കും. അതേസമയം കേരളം സഞ്ജു സാംസൺ കളിക്കുന്നു. കേരളത്തിന് വേണ്ടി കേരളം ത്രിപുരയുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. നാളെ ആ കളി നടക്കുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്ത് കോളേജ് ഗ്രൗണ്ട് അഹമ്മദാബാദിലാണ് ആ ഒരു മത്സരം നടക്കുന്നത്. ഏതായാലും നാളെ ഒരു പിടി മത്സരങ്ങൾ ഒരുമിച്ച് നടക്കുകയാണ്. മധ്യപ്രദേശ് രാജസ്ഥാനുമായിട്ട് കളിക്കുന്നു, ചണ്ഡീഗഡ് ജമ്മു കാശ്മീരുമായിട്ട് കളിക്കുന്നു, അസം ബറോഡയുമായിട്ട് കളിക്കുന്നു, ഒഡീഷ വേഴ്സസ് സൗരാഷ്ട്ര, ബംഗാൾ വേഴ്സസ് വിദർഭ, ഗുജറാത്ത് വേഴ്സസ് സർവീസസ്, അരുണാചൽ വേഴ്സസ് ബീഹാർ, ഹരിയാന വേഴ്സസ് റെയിൽവേസ്, പുതുച്ചേരി വേഴ്സസ് തമിഴ്നാടു, മേഘാലയ വേഴ്സസ് മിസോറാം, ജാർഖണ്ഡ് വേഴ്സസ് കർണാടക, കേരളം വേഴ്സസ് ത്രിപുര, ആന്ധ്ര വേഴ്സസ് ഡൽഹി, മണിപ്പൂർ വേഴ്സസ് നാഗാലാൻഡ്, ഛത്തീസ്ഗഡ് വേഴ്സസ് ഗോവ, ഹിമാചൽ പ്രദേശ് വേഴ്സസ് ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര വേഴ്സസ് പഞ്ചാബ്, മുംബൈ വേഴ്സസ് സിക്കിം, ഹൈദരാബാദ് വേഴ്സസ് ഉത്തർപ്രദേശ് മത്സരങ്ങളൊക്കെ നടക്കുന്നത് നാളെയാണ്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.